ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓണം എക്സാം ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ചെയ്ത് നോക്കുന്നത്. നമുക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് നിങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു ചോദ്യം നോക്കിക്കേ. കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യക്കുറിപ്പ് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? നോക്കിക്കേ. കണ്ണനും കൂട്ടുകാരും വലിയ കുസൃതിക്കാരായിരുന്നു. അതേസമയം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങിയതും കുസൃതികൾ നിറഞ്ഞതുമായ കളികളിലായിരുന്നു അവർ കളിച്ചിരുന്നത്. കുയിലുകൾ പാടുമ്പോൾ ഒപ്പം പാടുന്നതും, മയിലുകൾ പാടുമ്പോൾ ഒപ്പം കൂവുന്നതും, പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലോടൊപ്പം ഓടുന്നതും, കുരങ്ങന്റെ വാല് പിടിച്ച് വലിക്കുന്നതും, അരയന്നത്തെ പോലെ ശബ്ദമുണ്ടാക്കുന്നതുമെല്ലാം അവരുടെ ഏതാനും കളികളാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ മക്കൾക്ക് ഇത്തരം കളികളൊന്നും തന്നെ വശമില്ല. മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ടാബ്ലറ്റുകളുമാണ് അവരുടെ കളിസ്ഥലം. വീഡിയോ ഗെയിമുകളും റീൽസുകളുമാണ് അവർക്ക് വശമുള്ളത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ ഗെയിമുകളിൽ ഏർപ്പെടുന്ന മക്കളും നമ്മൾക്കിടയിലുണ്ട്. കുട്ടിയും കോലും, കക്കുകളി, തലപ്പന്ത് കളി തുടങ്ങിയ നാടൻ കളികൾ പരിചയമുള്ളവർ ഇന്നത്തെ കാലത്ത് വളരെ വിരളമാണ്. അപ്പോൾ മക്കളൊരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുക, ഏത് പാഠത്തെയാണ് നമ്മളോട് ബേസ് ചെയ്തിട്ട് എന്ന സംഭവം എന്ന് പറയല്ലോ. അപ്പോൾ ആ പാഠത്തിൻ്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് എഴുതുക. രണ്ടാമതായിട്ട് ഏതിനോടാണോ താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് വിശദീകരിച്ച് എഴുതുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മഞ്ഞക്കിളിയുടെ ഡയറി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവൻ ഉറക്കം വന്നതേയില്ല. അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. ഡയറി എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു കളം വരച്ചു കൊടുക്കുക, ഒരു ചതുരം വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ വേണം നമ്മൾ ഡയറി എഴുതാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അന്നേ ദിവസം നമ്മൾ ഏത് ദിവസമാണോ എഴുതുന്നത്, ഡയറി എഴുതുന്നത്, ആ ദിവസവും ഡേറ്റും എഴുതി കൊടുക്കുക. എന്നിട്ട് ശേഷം നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് വിശദീകരിക്കുക. നോക്കിക്കേ, ഞാൻ എഴുതുന്നത് 4/9/2024 വ്യാഴം. പുറത്ത് നല്ല മഴ, അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളിക്കാൻ പോവാൻ പറ്റില്ല. ഇന്ന് വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. ഇന്ന് നടന്ന സംഭവം മനസ്സിൽ നിന്നും പോകുന്നില്ല. പ്രകാശൻ സുമംഗലയെ കളിയാക്കിയപ്പോൾ ഞാനും ഒപ്പം കൂടരുതായിരുന്നു. പാവം പെൺകുട്ടി, അവൾക്ക് എത്രമാത്രം സങ്കടമായി കാണും. എല്ലാവരുടെയും ഇടയിൽ ചെറുതായി പോയില്ലേ അവൾ. ഒന്നും ആണുങ്ങളുടെ കുത്തകയല്ലെന്നും അങ്ങനെ വിചാരിക്കുന്നവർ ആണുങ്ങളല്ലെന്നും അമ്മ പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്കുമത് ബോധ്യമായത്. എന്തായാലും സുമംഗലയെ ഒന്ന് പോയി കാണണം. കളിയാക്കിയതിന് അവളോട് മാപ്പ് പറയണം. പറ്റിയാൽ അവളെ ടീമിലെടുക്കാനുള്ള ഏർപ്പാട് മറ്റു കുട്ടികളോടും പറഞ്ഞ് ചെയ്യണം. ഇനി എന്തായാലും ഞാൻ ഒരാളെയും അനാവശ്യമായി കളിയാക്കില്ല. ചോദ്യം 3. അണിമല ഹൈസ്കൂളിൽ കായികമേള നടക്കുകയാണ്. ഓട്ടമത്സരത്തെ വിവരിച്ചുകൊണ്ട് ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കി നോക്കൂ. ആവേശകരമായ 400 മീറ്റർ ഓട്ടമത്സരമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രഗത്ഭരായ 15 കുട്ടികളാണ് ഇന്ന് ഈ 400 മീറ്റർ ഓട്ടമത്സരത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ്. അപ്പ് അപ്പ് അപ്പ്, ഇതാ അവരോടി തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പ് അപ്പ് അപ്പ്. മറ്റെല്ലാ കൊല്ലത്തേക്കാളും വീറും വാശിയോടെയും ഇതാ 5A അഭിനന്ദും 5B അനന്തുവും ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. ആരൊന്നാമനാവും, ആര് കപ്പിൽ മുത്തമിടും എന്നറിയാനായി ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി. ഇതാ സുഹൃത്തുക്കളെ, എല്ലാവരെയും ആവേശം കൊള്ളിച്ചുകൊണ്ട് വെറും 2 സെക്കൻഡ് വ്യത്യാസത്തിൽ അനന്തു കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. എല്ലാവരും കയ്യടികൾ കൊണ്ട് അനന്തുവിനെ പ്രോത്സാഹിപ്പിക്കൂ. അപ്പോൾ നമ്മളൊരു ദൃക്സാക്ഷി വിവരണം എഴുതുമ്പോൾ ഇതുപോലെ വേണം കേട്ടോ എഴുതാൻ. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കാണികൾക്ക് വിവരിച്ചു കൊടുക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഓരോ സെക്കൻഡിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് വിവരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാൻ. ഇനി അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. കാട്ടിൽ പോയി പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കളിക്കൂട്ടുകാരാക്കി കളിക്കുന്ന കണ്ണനെയും കൂട്ടുകാരെയും നിങ്ങൾ കണ്ടുവല്ലോ. പ്രകൃതിയെ അടുത്തറിഞ്ഞു കളിക്കുന്ന അവരെ പോലെ കളിക്കാൻ ഇക്കാലത്തെ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ? താഴെ തന്നിരിക്കുന്ന ഒരു കവിതാശകലം കൂടി പരിഗണിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. കവിത ഇതാണ്, നോക്കിക്കേ. നേരമുള്ളിലുണ്ണിക്ക് നേരമില്ല, നേരമ്പോ കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാവിലൊന്നാടുവാൻ നേരമില്ല. എഴുതിയത് എടപ്പാൾ C. സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ഇതൊരു താരതമ്യക്കുറിപ്പാണ്. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഭാഗം ഏതാണോ, അതായത്
ഇവിടെ കാട്ടിലെ കളികൾ എന്നുള്ള പോർഷനെ നമ്മളെയും അതിനും കവിതയെയാണ് താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു പാരഗ്രാഫിൽ നമ്മൾ കാട്ടിലെ കളികൾ എന്നുള്ള ആ ഭാഗത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നിട്ടുള്ള ഈ കവിതയെ വിശദീകരിക്കുന്നു. മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടിനും കൂടെ താരതമ്യം ചെയ്തിട്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്, അല്ലെങ്കിൽ സാമ്യം എന്താണ്, വ്യത്യാസം എന്താണ് എന്നുള്ളത് എഴുതുന്നു. അപ്പോൾ അങ്ങനെയാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ താരതമ്യക്കുറിപ്പ് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. രസകരമായ ബാല്യകാലത്തെയും കുസൃതികൾ നിറഞ്ഞ കളികളെയും കുറിച്ചാണ് കാട്ടിലെ കളികൾ എന്ന കവിതാ ഭാഗത്ത് പറയുന്നത്. അമ്പാടിയിലെ കണ്ണനും കൂട്ടുകാരും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവരായിരുന്നു. അവരുടെ കളികളും അത്തരത്തിലായിരുന്നു. കുയിലുകളോടൊപ്പം പാടിയും മയിലുകളോടൊപ്പം കൂവിയും കിളികളുടെ നിഴലുകളോടൊപ്പം ഓടിയും കുരങ്ങൻ്റെ വാലിൽ പിടിച്ചു വലിച്ചും അരയന്നത്തെ പോലെ ശബ്ദമുണ്ടാക്കിയും ഒക്കെയായിരുന്നു അവർ കളിച്ചിരുന്നത്. അവരുടെ ആ ബാല്യകാലം ഏറെ രസകരമായിരുന്നുവെന്ന് ഈ കവിതാശകലം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒട്ടേറെ അർത്ഥവത്തായതാണ് സി സുബ്രഹ്മണ്യൻ്റെ ഈ 4 വരികൾ. ഇന്നത്തെ കാലത്തെ മക്കളുടെ സമയമില്ലായ്മയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലുമെല്ലാം ഗെയിമുകളും മറ്റും മാത്രമാണ് കളിക്കാറ്. അവർക്ക് നേരം പോക്ക് പറയാനോ തോളിൽ കയറി കളിക്കാനോ മാവിൽ ഊഞ്ഞാലാടാനോ ഒന്നും തന്നെ സമയമില്ല. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കളിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് എന്തോ കുറച്ചിൽ പോലെയാണ്. കാട്ടിലെ കളികൾ എന്ന കവിതയിൽ പ്രകൃതിയോട് ഇണങ്ങുന്നതിൻ്റെ മനോഹാരിതയാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന കവിതാശകലത്തിൽ പ്രകൃതിയെ മറന്നു പോകുന്ന പുത്തൻ തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം വരാവുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും പുറമേ നിന്നുള്ള ഒരു കവിത തന്നിട്ട് അതിനെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നല്ലപോലെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ നല്ലതുപോലെ വീണ്ടും 1 2 തവണ വീണ്ടും വായിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്